പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ കനകയുടെ തോളിൽ വന്ന് കൈ വയ്ക്കുമ്പോൾ കനക ഞെട്ടിയേണ്ട എന്താ ഇതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദന് 3 അറ്റാക്ക് വന്നതല്ലേ, എന്ത് സംഭവിക്കാന്നൊക്കെ പറയണം. അതുകൊണ്ട് ഇങ്ങനെ കനക ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, നിനക്കൊരു ആൺതുണയൊക്കെ വേണ്ടേന്ന് പറയാണ്. അപ്പോൾ നിൻ്റെ 2 പെൺകുട്ടികളെ ഒരു ചിലവില്ലാതല്ലേ നീ ഇങ്ങനെ കെട്ടിച്ചയച്ചതെന്ന് പറയാണ്. ആര് പറഞ്ഞു ചിലവില്ലാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ മൂർത്തി സാറിൻ്റെ വീട്ടിലേക്ക് കെട്ടിച്ച് വിടാൻ അത്രയ്ക്ക് ചിലവായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ പണം വാങ്ങിയിട്ട് നീ ഇങ്ങനെ 2 പെൺമക്കളെ കെട്ടിച്ച് വിട്ടില്ലേ, ഇനി നിനക്ക് ഒരു പെൺകുട്ടി കൂടി ഇല്ലേ, അപ്പോൾ അതിനെയും കെട്ടിച്ച് വിടണ്ടേ, അത് കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ നമുക്കൊരു ലിവിങ് ടുഗദറിനെ കുറിച്ച് ആലോചിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കനക ചോദിക്കുന്നുണ്ട് എന്ത് ഗദർ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് ഇപ്പോഴത്തെ തലമുറ അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നീ അങ്ങനെ അത്ര നല്ല പരിശുദ്ധിയൊന്നും ആവണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ വീട്ടിലെ ആളുകളെ പോലെ ആളുകളോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കരുത് എന്ന് പറയാണ് കേട്ടോ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളോട്. അപ്പോൾ എന്നിട്ട് അയാളാണെങ്കിൽ കനകയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. നീ അത്ര പരിശുദ്ധിയൊന്നും ആവണ്ട എന്ന് പറയുന്ന സമയത്ത് എന്നിട്ട് കനകയാണെങ്കിലും അയാളെ പിടിച്ചങ്ങ് തള്ളുകയാണ് കേട്ടോ. അപ്പോഴേക്കും അയാൾ ചുമരുമ ചെന്ന് തലയിടിച്ചിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. അവിടെ ബോധം കെട്ട് കിടക്കുകയാണ് കേട്ടോ. പിന്നീട് കനകയാണെങ്കിലും അയാളെ വലിച്ചു കൊണ്ടുപോയി സ്റ്റോർ റൂമിലൊക്കെ ഇരുത്തൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ബോധം പോയപ്പോൾ ഇങ്ങനെ മൂക്കിൻ്റെ അവിടെയൊക്കെ വിരൽ വെച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ശ്വാസമൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഒരു സമാധാനം ആവുന്നുണ്ട് കനകയ്ക്ക്. പിന്നീട് അയാളെ വലിച്ചു കൊണ്ടുപോയിട്ട് സ്റ്റോർ റൂമിലിട്ട് വാതിലടക്കുകയാണ് കേട്ടോ. പിന്നീട് കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, 3 പെൺമകളെ തൻ്റെ അടുത്തോടുകൂടി വളർത്തിയിട്ടുള്ള ഒരു അമ്മയാണ് ഞാൻ, എന്നോടാണ് അവൻ്റെ ഒരു കളി, അവിടെ കിടക്കുമെന്ന് പറഞ്ഞിട്ട് വാതിലൊക്കെ അടച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നീട് നവ്യാണെങ്കിലും ഇങ്ങനെ ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ ജലജ അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ നവ്യനെ നോക്കിയിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, കോടികളുടെ സ്വത്തും കൊണ്ടുവന്ന പോലെയാണ് അവളുടെ ഇരിപ്പ് കണ്ടാൽ, നാണും മാനും ഇല്ലാതെ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ മനസ്സിൽ. എന്നിട്ട് നവ്യയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, നേരത്തെ കിട്ടിയ പോലെ ഒരു ജ്യൂസ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നിനക്ക് തോന്നുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കി തരാൻ ഞാൻ നിൻ്റെ വേലക്കാരി ഒന്നും അല്ലല്ലോ എന്ന് പറയാണ്. അല്ല, ആ ജ്യൂസ് നന്നായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ജലജയാണെങ്കിലും മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, പപ്പായയും പൈനാപ്പിളും നന്നായിട്ട് ചേർത്തിട്ട് ആണ് ജ്യൂസ് ഉണ്ടാക്കിയത്, എന്നിട്ട് ഇവൾക്കൊരു കുഴപ്പമില്ലല്ലോ, ഇവളെ വയറ്റി കിടക്കുന്നത് ഇവളേക്കാളും കുഴപ്പം പിടിച്ച കുഞ്ഞാണെന്നാണ് തോന്നുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറയുകയാണ്. പിന്നീട് നവ്യാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിട്ട് എന്താ അതിൻ്റെ ലക്ഷണമൊന്നും കാണിക്കാത്തതെന്നായിരിക്കും അവർ ചിന്തിക്കുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് നവ്യ പറയുന്നുണ്ട്, എനിക്ക് ചെറുതായിട്ട് വയറ് വേദനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തലവേദനയും തലകറക്കമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാം. ഇപ്പം എനിക്ക് നല്ലൊരു മസാല ദോശ കഴിക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറയാണ്. പക്ഷേ എൻ്റെ ഭർത്താവിന് ഇപ്പം അതിനൊന്നും സമയമില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനോട് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയുമെന്ന് പറയാണ്. എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ അമ്മ എനിക്ക് മസാല ദോശ ഉണ്ടാക്കി തന്നേനെന്ന് പറയാണ്. അപ്പോൾ നീ ആഗ്രഹിക്കുമ്പോൾ എല്ലാം സാധിച്ചു തരുന്ന ഒരു അമ്മയുള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ജലജയാണെങ്കിലും. പിന്നീട് ജലജയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് വയറ് വേദനിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ചെറുതായിട്ട് എന്ന് പറയുന്ന സമയത്ത് ഇതിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, അഭി വയറ്റിൽ കിടക്കുന്ന സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു തലകറക്കവും ഒക്കെയെന്ന്. അപ്പോൾ ഇത് തുടക്കമല്ലേ, കുറച്ച് കഴിയുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയാണ്. സാരമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നൈന അവിടേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, നീയല്ലേ ഇപ്പോൾ അടുക്കളക്കാരി, അപ്പോൾ അവൾക്ക് എന്തൊക്കെയോ കഴിക്കാനും കുടിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങ് പോവാണ്. പിന്നീട് ജലജ പോകുന്ന സമയത്ത് നവ്യനോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞില്ല എന്നറിയാം, പിന്നെ എന്തിനാ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹമാണ് അവർ കാണിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണെന്ന് നവ്യ പറയാണ് കേട്ടോ. അപ്പോൾ നൈന പറയുന്നുണ്ട്, എന്തോന്ന് സ്നേഹം, ആ കുഞ്ഞിനെ കളയാനുള്ള ജ്യൂസായിരിക്കും കൊണ്ട് തന്നതെന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് അറിയാമെന്ന്. പിന്നീട് നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ലാത്തതുകൊണ്ട് എനിക്കത് ധൈര്യമായിട്ട് കുടിക്കാമല്ലോ എന്ന്. അപ്പോൾ ആ സമയത്ത് നൈന പറയുന്നുണ്ട്, മരുമോൾക്ക് പറ്റിയ അമ്മായിമ്മ തന്നെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയാം ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന്, നീ എന്നെ കളിയാക്കിയിട്ട് ഇവിടെ അധികാരം സ്ഥാപിക്കാനൊന്നും നോക്കണ്ട, ഞാൻ എന്തായാലും കയറി പറ്റി കഴിഞ്ഞു, ഇനി അത്ര പെട്ടെന്നൊന്നും ഇവിടുന്ന് പോകാനൊന്നും പോകണില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നൈനയാണെങ്കിലും സങ്കടത്തോടുകൂടി അവിടുത്തെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കനകയാണെങ്കിൽ ആ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ കാലൊക്കെ കെട്ടി, അതുപോലെ തന്നെ വായൊക്കെ ടേപ്പൊക്കെ ഒട്ടിച്ച് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് കനക അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്, ഭാഗ്യത്തിന് തല പൊട്ടിയില്ല, ശ്വാസവും ഉണ്ട്, അതുകൊണ്ട് ഈ ദേഷ്യത്തിൽ ഇവനെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ്റെ മുന്നിൽ വന്നു നിന്ന് എല്ലാ സത്യം വിളിച്ചു പറയും, അപ്പോൾ പ്രമാണം പണയപ്പെടുത്തിയ കാര്യം ഉൾപ്പെടെ എനിക്ക് പറയേണ്ടി വരും, അപ്പോൾ ഇവൻ പുറത്ത് പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയാൾ അവിടെ തന്നെ സ്റ്റോർ റൂമിൽ തന്നെ ഇടാണ്. പിന്നീട് ആദർശിനെ കമ്പനിയിലെ സ്റ്റാഫ് വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, അത് പിന്നെ നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് ബ്രാഞ്ചിൽ നിന്ന് അഭിസാർ ഒരു 25 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവനെന്തിനാ ഇത്രയും പണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് തവണയായല്ലോ, ഇങ്ങനെ 10-25 വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് പണം ആയല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നീട് ഇങ്ങനെ അയാൾ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, അത് കമ്പനിയിലെ സ്റ്റാഫിന് സാലറി കൊടുക്കാൻ വെച്ചിരുന്ന പൈസ ആയിരുന്നു, ഇങ്ങനെ തിരിച്ച് പെട്ടെന്ന് എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ എന്നിട്ട് എന്നോടത് പറയാതിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന്
തിരിച്ചടിക്കാമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് മാത്രമാണ് പറയാതിരുന്നത്, അതുകൊണ്ടായില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിലും അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യേണ്ടതെന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി എന്നോട് ചോദിക്കാതെ ഒരു ഫണ്ടും കൈമാറരുത് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഫോൺ അങ്ങ് വെക്കുകയാണ് കേട്ടോ. പിന്നീട് അബി നവിയും കൂടെ അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നവി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു കുന്നോളം സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇപ്പോൾ ഒരു തരി സ്നേഹം പോലും എന്നോടില്ലല്ലോ അബി എന്നൊക്കെ പറയാണ്. അത് ഇപ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, അപ്പോൾ അതിന് മുന്നേ കല്യാണത്തിന് മുന്നെയാണ് ഇങ്ങനെ സ്നേഹം വാരി വിതറുകയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അബി ആണെങ്കിലും പറയുകയാണ്. അപ്പോഴാണ് ആദർശ് ഇങ്ങനെ അബിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തിനാണ് അയാൾ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ആരാന്ന് ചോദിക്കുന്നുണ്ട് നവ്യ. ആ സമയത്ത് അബി പറയുന്നുണ്ട് വേറെ ആരാ എൻ്റെ ഏട്ടനാണെന്ന് പറയണം. അപ്പോൾ നവ്യ പറയുന്നുണ്ട് അയാൾ വിളിക്കുമ്പോഴേക്കും അബി ഇങ്ങനെ ഓടി ചെല്ലണോ എന്നൊക്കെ പറയണം. എന്തായാലും അബി ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ അബി നീ ഇങ്ങോട്ട് വാ, ഞാൻ ഇവിടെ താഴെ ഉണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്താ ഏട്ടാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരു വീട്ടിലില്ലേ, അപ്പോൾ ഇത് ഫോണിൽ കൂടെ പറയണോ നേരിട്ട് സംസാരിക്കാമെന്ന് പറയാണ്. എന്നിട്ട് ഫോൺ അങ്ങ് വെക്കുകയാണ് കേട്ടോ. പിന്നീട് നവ്യാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അബി ഞാൻ വരാമെന്ന് പറയുന്ന സമയത്ത് ഇത്രയും മണ്ടനാണ് അബിനി, അയാളെ വിളിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി അങ്ങോട്ട് ഓടി ചെല്ലാൻ, അതുകൊണ്ടാണ് അയാളിങ്ങനെ ഇത്ര അധികാരത്തോടുകൂടി വിളിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട് അല്ല എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുകയാണ്. എന്ത് പ്രശ്നമായാലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു റൂമിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല അയാൾക്ക് എന്ന് പറയുകയാണ്. ഞാൻ അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് കയറി വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നീട് നവ്യ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമക്കൾ തന്നെയാണ്, 1-2 വയസ്സിന് മാത്രമല്ലേ അബി ഇളയത്, അയാളിങ്ങനെ അധികാരത്തോടെ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അബിനോട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണെന്നൊക്കെ പറയുന്ന സമയത്ത് അബി പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിൽ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനി അത് പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല, അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നീ വന്നുകൊണ്ടുള്ള മാറ്റമാണെന്ന് എല്ലാവരും പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞോട്ടെ, കല്യാണം കഴിഞ്ഞാൽ എല്ലാ ആണുങ്ങൾക്കും ഒരു മാറ്റമൊക്കെ ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ ശരി ഞാൻ ഒന്ന് താഴെ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് റൂമൊക്കെ അടച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് അവിടേക്ക് വരുന്നുണ്ട്. മാനേജർ വിളിച്ച കാര്യമൊക്കെ അബീനോട് പറയാണ് കേട്ടോ. നീ എന്തിനാ സ്റ്റാഫുകൾക്ക് കൊടുക്കാനുള്ള പൈസ എടുത്തുകൊണ്ട് വന്നത് 25 ലക്ഷം എന്ന് ചോദിക്കുകയാണ്. അത് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് അബി പറയാണ് കേട്ടോ. അപ്പം നിൻ്റെ ആവശ്യത്തിനുള്ള പണം തരുന്നില്ലേ, പിന്നെ എന്തിനാ ഈ കമ്പനീനെ ചീറ്റ് ചെയ്യുന്നത്, അപ്പോൾ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് വരികയാണ്. അപ്പോൾ അബി 25 ലക്ഷം വാങ്ങിച്ചുകൊണ്ടുവന്ന കാര്യമൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പണം എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ട് ഒരു കാരണമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിലും ജലജ പറയുന്നുണ്ടായിരുന്നു അവൻ പണം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും കാരണം കാണുമെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അങ്ങനെ കാരണം ഉണ്ടായിക്കോട്ടെ, അതെന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇങ്ങനെ കമ്പനിയിലെ മാനേജർ എന്നെ വിളിച്ചിരുന്നു, ഇപ്പോൾ സ്റ്റാഫിന് സാലറി കൊടുക്കാൻ പണം തികയുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ ആദർശിനോട് ജലജ ചോദിക്കുന്നുണ്ട് നീ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് പണം എടുക്കാറുണ്ട്, അതൊക്കെ ആരെങ്കിലും ചോദ്യം ചെയ്യാറ്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് ഞാനങ്ങനെ അനാവശ്യത്തിന് പണം എടുക്കാറില്ല, അങ്ങനെ പണം എടുത്ത് ദൂർത്ത് അടിക്കാറുമില്ല, അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശൻ എന്നെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട് അതെ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കൊന്നുമല്ല, അവനൊരു കുടുംബമുണ്ട്, എപ്പോഴും നിൻ്റെ മുന്നിൽ വന്ന് കൈ നീട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശിനോട്. ഇവൻ്റെ ആവശ്യങ്ങൾ നടത്താനുള്ള പണം എല്ലാ മാസവും ഇവൻ്റെ കയ്യിലെത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെ വിഹിതം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. പിന്നീട് ആദർശിനോടാണെങ്കിൽ ജലജ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ ഇവനെ വിമർശിക്കുന്നതിനും ഉപദേശിക്കുന്നതിനൊക്കെ ഒരു കാരണമുണ്ട്, നീ എന്തിനാ മുത്തശ്ശനെ അനുകരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ആരെയും അനുകരിക്കുന്നില്ല, ഇതെന്തായാലും മുത്തശ്ശനെ അറിയാം, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ എന്നൊക്കെ ആദർശി പറയുകയാണ് കേട്ടോ ജലജനോടാണെങ്കിലും. ആ സമയത്ത് ജലജ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അച്ഛന് ഇവനെ ഇഷ്ടമല്ല, ഇനി ഇതും കൂടെ അറിഞ്ഞാൽ ഇവനെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശി പറയുന്നുണ്ട് അങ്ങ് പുറത്താക്കിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇവനെ പോലെ ഒരുത്തൻ ഈ വീടിന് ബാധ്യതയാണെന്ന് ആദർശി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവനപ്പം ഞാനും എൻ്റെ മറ്റു മക്കളും കൂടെ ഇറങ്ങിക്കോളാം എന്നാൽ എല്ലാവർക്കും സമാധാനം കിട്ടുമല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പച്ചി എന്തിനാ ഇവൻ ഇങ്ങനെ ന്യായീകരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇവൻ നന്നാവാത്തതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇത്തവണയും കൂടി ഒന്ന് അവനോട് ഇങ്ങനെ ക്ഷമിക്കണം, ഇത് അച്ഛൻ അറിയരുത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരുത്തിയാണ് ഇവൻ്റെ ഭാര്യയായിട്ട് വന്നിട്ടുള്ളത്, അവൻ ഇവിടുന്ന് പുറത്ത് വേണ്ടി വന്നാൽ തെണ്ടി തിരിയല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് തെണ്ടി തിരിയട്ടെ, അപ്പോഴേ അവന് പണത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇത്തവണയും കൂടി ഒന്ന് ക്ഷമിക്കണം, ഇങ്ങനെ അച്ഛൻ ഇതറിയരുത്, നീ പറഞ്ഞാൽ മാത്രമേ അച്ഛൻ വിശ്വസിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ്. എന്നെ ഓർത്തിട്ടെങ്കിലും നീ അവനെ ഓർക്കേണ്ട, എന്നെ ഓർത്തിട്ടെങ്കിലും അത് ചെയ്യണം എന്ന് പറയുകയാണ്. പിന്നീട് അബീനോടാണെങ്കിലും ആദർശ് പറയുന്നുണ്ടായിരുന്നു ഇനി ഇതുപോലെ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മാസം ഒരു തുക കയ്യിൽ വെച്ച് തരും, ജ്വല്ലറി കയറാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് പോവാണ് കേട്ടോ. എനിക്കൊന്ന് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കനകയാണെങ്കിലും ചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അയാൾ ഉണരുന്നുണ്ട് കേട്ടോ ആ സമയത്ത്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബാങ്കിലെ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങിയിട്ടുള്ളത്, അപ്പോൾ നീ എൻ്റെ അടുത്ത് നിന്ന് കൊള്ളപ്പലിശ വാങ്ങിക്കില്ലേ, എന്നിട്ട് എൻ്റെ വീട്ടിൽ കയറി വന്ന് നിൻ്റെ വീട്ടിലുള്ളവർ സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കുമല്ലേ, നീ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാനെന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ അയാളാണെങ്കിലും വായ ഇങ്ങനെ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചുകൊണ്ട് അയാൾ എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ പലിശയ്ക്ക് പണം കൊടുക്കുന്നതൊക്കെ വലിയ കുറ്റമാണ്, അതറിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടായിട്ടാണ് ഞാൻ നിന്നോട് പൈസ വാങ്ങിച്ചത്, അപ്പോൾ അത് തിരിച്ച് ചോദിക്കുന്നതിന് ഒരു മാന്യതയൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളോടാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കനകയാണെങ്കിലും. ഇവിടെ നീ എന്താ കാണിക്കുന്നത്, വായി കൊള്ളാത്ത പലിശയ്ക്കല്ലേ ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത്, ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കനകയാണെങ്കിലും. ഇനി കുറച്ച് ദിവസം ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് കിടന്നോ. പണ്ടേ കനകദുർഗയ്ക്ക് കുറച്ച് ചങ്കുറപ്പ് കൂടുതലാണ്. ഇപ്പോൾ അടുത്തിടെയായിട്ട് കുറേ സംഭവങ്ങൾ അങ്ങനെ ചങ്കുറപ്പ് കൂടുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഭക്ഷണം വെള്ളം തരാൻ മാത്രമേ ഞാൻ വായ തുറക്കുള്ളൂ, അതും ഈ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്തായാലും കനക അയാളെ പുറത്ത് വിടുന്നില്ല, അതിൻ്റെ ആ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇടുകയാണ് കേട്ടോ. പിന്നീട് കനകയാണെങ്കിൽ അയാളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നാൽ എങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് കൊള്ളപ്പലിശ വാങ്ങുന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്നെ ഞാൻ അങ്ങ് കൊന്നാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാളാണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനാ പണം, അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് അയാളും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കനകയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ്, അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനാണെങ്കിൽ എന്തൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് രാവിലെ മുതൽ എന്തോ അസ്വസ്ഥതയാണല്ലോ, യോഗയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ ആരോഗ്യം നിലനിർത്തുന്നത് ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ടല്ല, വീട്ടിലുള്ളവർ അതില്ലാതാക്കുന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ ജീവിച്ചിരിക്കാൻ തന്നെ തോന്നുന്നില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശം ദേവയാനിയും കൂടി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയ ആദർശമാനെ, മുത്തശ്ശിന് നല്ല വിഷമം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശനോടാണെങ്കിലും ആദർശം ഇങ്ങനെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മുത്തശ്ശ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ ആദർശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് ബ്രാഞ്ചിലെ സ്റ്റാഫിന് ഇതുവരെ സാലറി കൊടുത്തിട്ടില്ല, അങ്ങേയറ്റം പോയാലും 3-ാം തീയതി 1-ാം തീയതി തന്നെ കൊടുക്കാറുണ്ട്, ഞാനുള്ളപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇതുവരെ സ്റ്റാഫിന് സാലറി കൊടുത്തിട്ടില്ല, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. നീ ചാർജ് എടുത്തപ്പോഴും ഇതുവരെ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്, പിന്നെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി ആ സമയത്ത്. ഇതിനുള്ള ഉത്തരം തരേണ്ടത് നീ തന്നെയാണ്, നിന്നെ വിശ്വസിച്ചാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചത് എന്ന് പറയാനായിട്ട്. അപ്പോൾ ആദർശാണെങ്കിലും ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും നൈനി അതുപോലെ തന്നെ ജലജി അബിയൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ ഒരു ഇതിങ്ങനെ ചോദിക്കുന്ന സമയത്ത്, ജലജ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ മുത്തശ്ശൻ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അബിക്കും അതുപോലെ തന്നെ ജലജയ്ക്കും ആണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കും ചില തിരിമറികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നിന്നെ വിളിച്ച് പറയുന്ന സമയത്ത് അവരെന്നെയും വിളിക്കും, അവർക്കറിയാം അങ്ങനെ ജ്വല്ലറിയിൽ എന്ത് നടന്നാലും എന്നെ വിളിച്ച് അറിയിക്കണം എന്നുള്ളത്, അവരെന്നെ അറിയിക്കും അവിടുത്തെ സ്റ്റാഫ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ മുത്തശ്ശനാണെങ്കിലും. അപ്പോൾ എന്തായാലും അതിനുള്ള ഉത്തരം ആദർശ് കൊടുക്കുന്നില്ല കേട്ടോ. ആദർശാണെങ്കിലും എനിക്കൊരു അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തതാണെന്നൊക്കെ അങ്ങ് സമ്മതിക്കുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ ജലജയ്ക്കും അതുപോലെ തന്നെ അബിക്കും ഒരു സമാധാനമാവുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാരണം ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിനാ ഇത്രയും തുക എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് പറയാനായിട്ട് പറയുന്നുണ്ട്, നിനക്ക് പറയാൻ പറ്റുന്നില്ല അല്ലേ, അപ്പോൾ നിന്നെ ഞാൻ MD കസേരയിൽ ഇരുത്തുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മക്കളെ നോക്കുന്ന പോലെ കമ്പനി ശ്രദ്ധിക്കണം എന്നുള്ളത്, അപ്പോൾ ആ വിശ്വാസമാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള രീതിയിൽ മുത്തശ്ശനാണെങ്കിലും സംസാരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ഇതുവരെ അവൻ അങ്ങനെ തന്നെ അല്ലാച്ച കൊണ്ടുപോയതെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതുവരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അവിടെ